ആയുർവേദം യങ്ങായിരിക്കാനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നാണ് ഈ എണ്ണ തേച്ച് കുളി എന്ന് പറയുന്നത്. കൂടുതലായ സ്ട്രെസ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മൈഗ്രെയിൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ എന്തെങ്കിലും കണ്ട് പേടിച്ചിരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ റിലീസ് ചെയ്തുകൊണ്ടിരുന്ന ഹോർമോൺസ് ഇപ്പം ഓരോ നിമിഷവും നമ്മുടെ ബോഡിയിൽ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർക്കിടക കഞ്ഞി ഈ ചൂടുള്ള സമയത്ത് കുടിക്കാൻ പാടുണ്ടോ? അപ്പോൾ അവിടെ ഉള്ളവർക്ക് ഈ ശിരോധാര നല്ലൊരു ചികിത്സ തന്നെയാണ്. ഓവർ തിങ്കിങ് ഇല്ലാത്ത ലേഡീസ് ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അടുത്ത് പേഷ്യൻസ് ആയിട്ട് വരുന്ന മിക്കവരും പറയുന്നത് നാച്ചുറലായിട്ട് ഈ വെയിൽ കൊള്ളുക എന്നുള്ളതാണ് ഏറ്റവും വലിയ റെമഡി എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ ദഹന വ്യവസ്ഥ താളം തെറ്റുകയാണ്. കോവിഡിന് ശേഷം പ്രത്യേകിച്ചും ആളുകളിൽ കൂടുതലായിട്ട് ഓർമ്മക്കുറവ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ വെറുതെ അങ്ങ് എണ്ണയിടാനല്ല ആയുർവേദത്തിൽ പറയുന്നത്, ഡെയിലി റുട്ടീനിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അല്ല, കൂടുതലായി ഉറങ്ങുന്നത് എന്തോ തെറ്റുപോലെയാണ് ഇപ്പോഴും നമ്മുടെ സമൂഹം കാണുന്നത്. പ്രസവരക്ഷ നമ്മുടെ നാട്ടിൽ ആവശ്യമാണ്. അത് വർദ്ധിച്ച് പിന്നീട് വലിയൊരു സ്ട്രെസ്സായിട്ടും ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഒക്കെ ആയിട്ട് മാറുകയാണ്. ഇപ്പോൾ വരുന്ന കുട്ടികളെല്ലാം തന്നെ പറയുന്നവർക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഫേസ് ചെയ്യുന്നുള്ളതാണ്. പക്ഷെ വൈറ്റമിൻ ഡി ഇല്ലെങ്കിൽ കാൽഷ്യം അബ്സോർബ് ചെയ്യത്തില്ല എന്നുള്ളത് ആർക്കും അറിയില്ല. ഗ്ലാൻസിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്ത് ആ ഹോർമോണൽ ബാലൻസ് കറക്റ്റ് ചെയ്യുക എന്നതാണ് ആ ട്രീറ്റ്മെൻറ്റ് വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് രണ്ട് ആയുർവേദിക് ഡോക്ടേഴ്സ് ആണുള്ളത്. നാട്ടിൽ വളരെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സാണ് നമ്മോടൊപ്പം ഉള്ളത്. ശ്രീമതി ഗീതയും ശ്രീമതി നിർമ്മിതി തമ്പാനുമാണ് നമ്മോടൊപ്പം ചേരുന്നത്. നമുക്കറിയാം നമ്മുടെ ആരോഗ്യത്തിൽ ആയുർവേദത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്, എങ്ങനെയൊക്കെ നമുക്ക് ജീവിതശൈലി രോഗങ്ങളെ ആയുർവേദം കൊണ്ട് ചെറുത്ത് നിൽക്കാൻ സാധിക്കുമെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം. ഡോക്ടർ ഗീത, ഇപ്പം നമുക്ക് മൈൻഡ്ഫുൾനെസ്, ജീവിതശൈലി രോഗങ്ങൾ ഇതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ വളരെ കൂടുതലാണ് അല്ലേ? ഗവൺമെൻറ് സർവീസിലായിരുന്നു, ആയുർവേദം ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് സർവീസിൽ നിന്നും റിട്ടയർഡ് ആയിട്ട് നമുക്ക് കണ്ട പ്രായം തോന്നുന്നില്ലല്ലോ, ഒരു സന്തൂർ മാമാണെന്ന് പറയാം അല്ലേ? അതല്ല, ആയുർവേദത്തിൻ്റെ ഒരു ജീവിതശൈലി തുടരുന്നത് കൊണ്ട് തന്നെയാണ്. എങ്ങനെയാണ് നമുക്ക് ആരോഗ്യപരമായിട്ട് ആയുർവേദം ഫോളോ ചെയ്തുകൊണ്ട് ആരോഗ്യമായിട്ട് ഒന്ന് ജീവിക്കാൻ പറ്റുക, ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാൻ പറ്റുക? ആയുർവേദം എന്ന് പറയുമ്പോൾ തന്നെ ആ വേർഡ് തന്നെ ഉണ്ട്, ആയുസ്സിൻ്റെ വേദം എന്നാണ്. അപ്പം നമ്മൾ എങ്ങനെ ആരോഗ്യകരമായിട്ട് ജീവിക്കാം, ഒരു ദിവസം എങ്ങനെ ജീവിക്കാം, ഓരോ ഋതുക്കളിൽ ഓരോ മാസങ്ങളിൽ എങ്ങനെ മുന്നോട്ട് പോകാം, ഇങ്ങനെ ഓരോ ഋതുചര്യ ദിനചര്യ മുതലായ എല്ലാ ആയുർവേദത്തിൽ ഇൻക്ലൂഡഡ് ആണ്. ഒരു രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗമില്ലാതെ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് അവിടെ കൂടുതലായിട്ടും പറയുന്നത്. എന്നാൽ എല്ലാവിധ രോഗങ്ങൾക്കും ആയുർവേദ ചികിത്സകളും ഉണ്ട്. എല്ലാവരും കരുതുന്ന പോലെ എണ്ണയിടൽ മാത്രമല്ല. പഞ്ചകർമ്മ എന്ന് പറയുമ്പോഴും ഇപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് എണ്ണയിടുക എന്നുള്ളതാണ്. അതിനകത്ത് പഞ്ചകർമ്മയിൽ എണ്ണയിടുക എന്നുള്ളതൊരു ചെറിയ കാര്യം മാത്രമേ ആവുന്നുള്ളൂ. ധാരാളം കാര്യങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് പഞ്ചകർമ്മയിൽ. അപ്പോൾ അങ്ങനെ നമുക്ക് എങ്ങനെ ഹെൽത്തി ആയിട്ട് ജീവിക്കാമെന്നുള്ള, അസുഖം വന്നാൽ അതിനെ എങ്ങനെ നല്ല രീതിയിൽ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ള ചികിത്സകളും ചികിത്സാവിധികളും ആയുർവേദത്തിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമ്മൾ ഒരു ദിനചര്യയിൽ തന്നെ രാവിലെ എഴുന്നേൽക്കുക, ഇപ്പോൾ ആഹാരം, പ്രത്യേകിച്ചും ആഹാരം, എങ്ങനെ ശരിയായ ആഹാരം കഴിക്കുക, എങ്ങനെ ശരിയായ വ്യായാമം ചെയ്യുക, എങ്ങനെ ശരിയായ ഉറക്കം, ഇങ്ങനെ ഓരോ കാര്യങ്ങളും നന്നായി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ആഹാരത്തിൻ്റെ കാര്യത്തിലും ഓരോ ഋതുക്കളിൽ എന്തൊക്കെ ആഹാരങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ വർഷകാലത്ത് എന്ത് കഴിക്കണം, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം നമ്മൾ കർക്കിടക ചികിത്സ. അതുമൊക്കെ നമ്മൾ ആ സമയത്ത് എന്ത് ഔഷധങ്ങൾ കഴിക്കണം, നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ചെയ്യണം, ചികിത്സാവിധികൾ അതുമൊക്കെ നിർദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ഋതുക്കളിൽ ചെയ്യേണ്ട ചികിത്സകൾ പറയുന്നുണ്ട്. കൂടാതെ നമ്മൾ ഒരു ദിവസം എത്ര ആഹാരം കഴിക്കണം, എത്ര അളവിൽ കഴിക്കണം, എന്തൊക്കെ ആഹാരം പകൽ സമയത്ത് കഴിക്കണം, രാത്രി കഴിച്ചുകൂടാത്തതുണ്ട്. അങ്ങനെ പലതും, തൈരൊക്കെ ആണെങ്കിൽ രാത്രി കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അങ്ങനെ ഓരോന്നിനെയും നല്ല വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പണ്ടുകാലത്ത് ആചാര്യന്മാർ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്നവരും ആണ് ദീർഘായുസോടെ ജീവിച്ചിരുന്നു എന്ന് പറയുന്നത്, ആരോഗ്യമില്ലാത്ത ശരീരത്തോട്. കൂടാതെ അന്നത്തെ കാലത്ത് വ്യായാമം, ഇന്നിപ്പം അന്ന് ശാരീരിക അധ്വാനങ്ങളുണ്ട്, ഇന്ന് അതില്ല. ഇന്ന് നമ്മൾ അധ്വാനത്തിന് ആളിനെ വയ്ക്കുന്നു, നമ്മൾ എക്സസൈസിന് വേറെ പൈസ ചിലവാക്കുന്നു. ഇത് ആണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഓക്കെ, അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു ദിവസത്തിൽ ഒരു അവനവൻ്റെ ശരീരത്തിന് യോജിച്ച രീതിയിൽ വ്യായാമം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ആഹാരം കഴിക്കുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ വ്യായാമം ചെയ്യുക തന്നെ വേണം. അല്ലെങ്കിൽ അത് വീണ്ടും നമുക്ക് അത് ഫാറ്റായിട്ട് അടിഞ്ഞുകൂടി നമുക്ക് വീണ്ടും പലതരം ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ
നമ്മുടെ ഉറക്കത്തിനെയും നമ്മൾ ശരിയായ കറക്റ്റ് സമയത്ത് ഉറങ്ങുക, ഇത്ര മണിക്കൂർ ഉറങ്ങുക, ഇതെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. പകൽ സമയത്ത് ഉറങ്ങരുത്, ഇതും പറയുന്നുണ്ട്. അങ്ങനെ ആയുർവേദത്തെക്കുറിച്ച് നമുക്ക് പറയാനാണെങ്കിൽ ഈച്ച് ആൻഡ് എവരി കാര്യങ്ങൾ എങ്ങനെ ആരോഗ്യത്തോടെ ജീവിക്കണം എന്നുള്ളതും വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ആയുർവേദത്തിൽ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം യോഗ, അപ്പോൾ നമ്മൾ ആയുർവേദ വിധി പ്രകാരമാണെങ്കിൽ രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കണം, അതുപോലെ യോഗ ചെയ്യാൻ പറ്റിയ സമയം, സൂര്യ നമസ്കാരം, അപ്പോൾ അതെങ്ങനെയാണ്? ഇപ്പോൾ നമുക്കറിയാം, പ്രത്യേകിച്ചും പ്രവാസികളെ സംബന്ധിച്ചാണെങ്കിൽ ബിസി ലൈഫാണ്. രാവിലെ ഏർലി മോർണിംഗ് 6 മണിക്ക് തന്നെ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുന്നവരാണ്. അപ്പം ഇങ്ങനെ നമ്മളെപ്പോലെയുള്ളവർക്ക് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ് ഇന്നത്തെ കാലത്ത് ഒരു ബിസി ലൈഫ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അതെങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം? ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മോർണിംഗ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? ദിനചര്യ എന്ന് പറയുന്ന ഒരു അധ്യായത്തിൽ അതിനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആയുർവേദം എന്ന ശാസ്ത്രശാഖയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെൽത്തി ലൈഫ് എങ്ങനെ ലീഡ് ചെയ്യണമെന്നുള്ളത്. നമ്മുടെ ചികിത്സാ വിധി എന്നതിലുപരിയായിട്ടൊരു ജീവിത ശൈലിയെക്കുറിച്ച് പഠിപ്പിച്ചു തരുന്ന ഒരു ശാസ്ത്രശാഖയാണ് ശരിക്കും പറഞ്ഞാൽ ആയുർവേദം എന്ന് പറയുന്നത്. ഒരു ജീവിതചര്യ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതാണ് ഈ ദിനചര്യ, ഋതുചര്യ എന്നൊക്കെ പറഞ്ഞിപ്പോൾ മാഡം സംസാരിച്ചത്. അതിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് നമ്മൾ ഇന്ന സമയത്ത് കൃത്യമായിട്ട് എഴുന്നേൽക്കണം, ഒരു ബ്രാഹ്മ മുഹൂർത്തത്തിൽ എണീക്കുക എന്നാണ് ആദ്യമേ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ദിനചര്യയിൽ. അപ്പോൾ ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ ചിലപ്പോൾ അത് പോസിബിൾ ആയിരിക്കത്തില്ല. എന്നിരുന്നാലും ഒരു 5:30ക്കും 6:30ക്കും ഇടയിലെങ്കിലും നമ്മൾ എഴുന്നേൽക്കണം, രാവിലെ പ്രഭാത കൃത്യങ്ങൾ ചെയ്യണം. അതെല്ലാം ആയുർവേദത്തിൽ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ ചെയ്യണം, ഈവൻ പല്ല് തേക്കുന്ന കാര്യം വരെ അത് എന്തുപയോഗിച്ച് ചെയ്യണം, അതിൽ എന്തൊക്കെ പൗഡേഴ്സ് ഉണ്ട്. നമുക്ക് ആയുർവേദ ഇപ്പോൾ നമ്മളത് കുറച്ചുകൂടെയൊക്കെ നമ്മളുടെ കൺവീനിയൻസിനൊത്ത് മാറ്റി, എന്നാലും അതെല്ലാം ആയുർവേദത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഡെയിലി ചെയ്യേണ്ട ചര്യകളിലൊന്നാണ് നമ്മൾ എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ളത്. അത് ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ഈ ലൈഫ് സ്റ്റൈലും ബിസി ഷെഡ്യൂളൊക്കെ കാരണം ഡെയിലി അത് നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. എന്നിരുന്നാലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അഭ്യംഗം എണ്ണ തേച്ച് കുളിക്കുന്നത് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വളരെ നല്ലതാണ്. കാരണം നമ്മൾ ഡെയിലി റുട്ടീൻസ്, ദിനചര്യ എന്ന് പറയുമ്പോൾ ഈ ഡെയിലി റുട്ടീനകത്ത് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഗീതു നേരത്തെ പറഞ്ഞതുപോലെ ഗീത മാഡം ഇത്ര യങ്ങായി ഇരിക്കുന്നു എന്ന് നമ്മൾ ചോദിച്ച് എന്താണ് കാര്യം? ആയുർവേദം യങ്ങായി ഇരിക്കാനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നാണ് ഈ എണ്ണ തേച്ച് കുളി എന്ന് പറയുന്നത്. അഭ്യംഗം, നമുക്ക് ധന്വന്തരമോ നാൽപ്പാമരാതിയോ തുടങ്ങിയ നമുക്ക് യോജിക്കുന്ന ഏതെങ്കിലും എണ്ണ തേച്ച് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മിനിമം ശരീരത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും എണ്ണ തേച്ച് പിടിപ്പിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ശിരോഭ്യംഗവും തലയിലും ഏതെങ്കിലും ഉചിതമായ നമുക്ക് പറ്റിയത് ഡോക്ടറോട് നിർദ്ദേശപ്രകാരം തേക്കുന്നതായിരിക്കും നല്ലത്. അത് ശിരസിലും തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ വെയിറ്റ് ചെയ്യുക. ദിനചര്യ പ്രകാരമാണെങ്കിൽ വ്യായാമം ചെയ്യാൻ പറയുന്നുണ്ട്. എണ്ണ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് വ്യായാമത്തിലേക്ക് കടക്കാം. വിയർക്കുകയാണെങ്കിൽ വിയർപ്പ് താന്നതിന് ശേഷം മാത്രമേ കുളിക്കാവൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ വിവിധ തരം ലേപനങ്ങൾ, അതായത് പൊടികളും നമുക്ക് മെഡിക്കേറ്റഡ് പേസ്റ്റ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ, വേപ്പോ ചന്ദനമോ രക്തചന്ദനമോ ഒക്കെ മിക്സ് ചെയ്ത് അതുപോലുള്ള പേസ്റ്റുകൾ ഉപയോഗിച്ച് തേച്ച് നന്നായിട്ട് കഴുകിക്കളഞ്ഞ് കുളിക്കാനാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എണ്ണ ഇടുമ്പോൾ അതുപോലെ തന്നെ വെറുതെ അങ്ങ് എണ്ണ ഇടാനല്ല ആയുർവേദത്തിൽ പറയുന്നത്. ഡെയിലി റുട്ടീനിലെ കാര്യമാണ് ഞാനീ പറയുന്നത്. നമ്മുടെ ഉള്ളം കയ്യിലും കാലിലും നമ്മുടെ കർണപുടത്തിലുമൊക്കെ എണ്ണ തേച്ച് ആ ഒരു റിലാക്സേഷൻ, മെൻ്റൽ ഹെൽത്തിനോട് കൂടി ചേർത്താണ് പറയുന്നത്. നമ്മുടെ മാനസിക ആരോഗ്യത്തിനും അതുപോലെ തന്നെ ശരീരത്തിന് യുവത്വം നിലനിർത്താനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ രാവിലെ എഴുന്നേൽക്കുന്നത് തൊട്ട് ഉറക്കം വരെയുള്ള എല്ലാ ചര്യകളും ആയുർവേദം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ശരിക്കും ഒരു ജീവിത ചര്യ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആയുർവേദം തന്നെയാണ്. ആൾക്കാർ കുറച്ചും കൂടെ ആ ഒരു രീതിയിലും ചിന്തിക്കണം. ഒരു ചികിത്സാവിധി എപ്പോഴും ഒരു അസുഖം വരുമ്പോൾ മാത്രമാണ് ആയുർവേദ ഡോക്ടേഴ്സിനെയോ ഒക്കെ കാണാൻ പോകുന്നത്. അതിൽ നിന്ന് കുറച്ച് മാറി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ലൈഫ് സ്റ്റൈലും സെറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആയുർവേദ ഡോക്ടേഴ്സിനെ സമീപിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും. ഇപ്പം നേരത്തെ ഗീതാമ്മ പറഞ്ഞതുപോലെ നമുക്ക് ഋതുക്കൾക്കനുസരിച്ച് ഭക്ഷണം കഴിക്കാം. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നാട്ടിലാണെന്നുണ്ടെങ്കിൽ നല്ല മഴയുള്ള സമയത്ത് നമുക്ക് ഇലക്കറികൾ കഴിക്കാം. ഇവിടെ ഇപ്പോൾ നല്ല ചൂടല്ലേ, നിങ്ങൾക്ക് വന്നപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നാട്ടിലെ ഋതുവിനനുസരിച്ച് നമ്മൾ കുട്ടിക്കാലത്ത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കർക്കിടക കഞ്ഞി ഈ ചൂടുള്ള സമയത്ത് കുടിക്കാൻ പാടുണ്ടോ? പക്ഷെ നമുക്ക് മിസ് ചെയ്യുന്നൊരു കാര്യമാണ്. നാട്ടിലെല്ലാവരും കർക്കിടക കഞ്ഞി ഔഷധ കൂട്ടൊക്കെ കഴിക്കുമ്പോൾ ഇവിടെ നല്ല കൊടും ചൂടിൽ അങ്ങനെ കഴിക്കുന്നതിന് പ്രശ്നമുണ്ടോ? അതോ ഇവിടെയൊക്കെ കുറച്ച് മഴയുള്ള കുറച്ച് തണുപ്പുള്ള കാലാവസ്ഥയിലാണോ ഇതൊക്കെ കഴിക്കേണ്ടത്? അതെന്താ ശ്രദ്ധിക്കേണ്ടത്? പറഞ്ഞ ചോദ്യത്തിന് അതിന് ഉത്തരവുണ്ട്. ഇവിടെ തണുപ്പുള്ള കാലാവസ്ഥ, നമ്മുടെ ഏത് നാട്ടിലാണോ ആ നാട്ടിലെ കാലാവസ്ഥ അനുസരിച്ച് നമ്മുടെ ചര്യകൾ ചിട്ടപ്പെടുത്തുന്നതായിരിക്കും ശരിയായ രീതി എന്ന് പറയുന്നത്. നാട്ടിൽ മഴ പെയ്യുമ്പോൾ ഇവിടെ ചൂടത്തിൽ നമ്മൾ ചെയ്യുന്നത് ശരിയല്ല. ഇവിടെ ചൂടിന് അനുയോജ്യമായ
മറ്റു കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ആഹാര രീതിയായാലും കൂടുതൽ വെള്ളം കുടിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക, അങ്ങനെ പുറത്തധികം ഇറങ്ങാതിരിക്കുക, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ചൂടിനെ അതിജീവിക്കാൻ സാധിക്കും. പക്ഷേ മഴ വരുമ്പോൾ ഇതുപോലുള്ള കർക്കിടക ചികിത്സ ഇവിടെ ചെയ്യുന്നതായിരിക്കും അനുയോജ്യം. നാട്ടിലെ ആകുമ്പോഴും നാട്ടിലെ രീതി അനുസരിച്ച് ഫോളോ ചെയ്യുക. എവിടെയാണോ നമ്മളുള്ളത് അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ ചൂടിൽ നിന്നൊക്കെ ഇപ്പോൾ മാം പറഞ്ഞ പോലെ വെള്ളം കുടിക്കുക, അതുപോലെ നമുക്ക് എന്തെങ്കിലും ശരീരം തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? കാരണം പ്രത്യേകിച്ച് പുറത്ത് ജോലി എടുക്കുന്നവരെ സംബന്ധിച്ച് കരിക്ക് കുടിക്കുക, ജ്യൂസ് കുടിക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും പലപ്പോഴും സമയം കിട്ടാറില്ല, ഫിനാൻഷ്യലി നമുക്ക് സാമ്പത്തികമായിട്ടും ഇത് വരുന്നതാണ്. അപ്പം എന്തൊക്കെ കാര്യങ്ങൾ പുറത്ത് ജോലി എടുക്കുന്നവർക്ക് ആരോഗ്യപരമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും ഈ ചൂടത്ത്? ശരീരം തണുപ്പിക്കുന്ന മാഡം നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കുക എന്നത് തന്നെയാണ് പരമപ്രധാനമായ കാര്യം. അതുപോലെ തന്നെ തണുത്ത പൊട്ടൻസിയുള്ള ആഹാരങ്ങൾ, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ധാരാളമായി ഈ ക്ലൈമറ്റിൽ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ഒരു ഹെൽത്തി ടിപ്പ് എന്ന നിലയിൽ ശരീരം തണുക്കാൻ അധികം കോസ്റ്റ് ഒന്നും ആവാതെ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്, നമുക്ക് നാട്ടിലൊക്കെ കിട്ടും കസ്കസ് എന്ന് പറയുന്നത്. അത് നമുക്ക് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് കുടിക്കുന്നത് ശരീരത്തെ നല്ല രീതിയിൽ ഉള്ളിൽ നിന്ന് തണുപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. താങ്ക് യു ഫോർ ദ ടിപ്സ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശരീരത്തിൻ്റെ ആരോഗ്യത്തോടൊപ്പം തന്നെ മാനസിക ആരോഗ്യം വളരെ പ്രധാനമാണ്. ഇന്നിപ്പോൾ ആരുടെ അടുത്ത് ചോദിച്ചാലും ഡിപ്രഷനാണ്, സ്ട്രെസ്സാണ്, ഡിപ്രഷൻ കൊണ്ട് ശരീരം തടിക്കുന്നു, ഡിപ്രഷൻ കൊണ്ട് മെലിഞ്ഞു പോകുന്നു, അങ്ങനെ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ലൈഫിനെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ആയുർവേദം കൊണ്ട്? സ്ട്രെസ്സിന് നമുക്ക് പൊതുവേ പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഇന്നത്തെ ജീവിതശൈലി അനുസരിച്ച് ആരുമായിട്ടും മിങ്കിൾ ചെയ്യുന്നില്ല, കൂടുതലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ ഒതുങ്ങിക്കൂടുകയും ജോലി, വീട്ടിലെത്തിയാൽ തന്നെ കുട്ടികളായാലും ഹസ്ബൻഡ് ആൻഡ് വൈഫായാലും എല്ലാവരും ഫോണിലിരിക്കുക, ആരും സംസാരിക്കുന്നില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ വീട്ടിൽ തന്നെ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുക. പുറത്തിറങ്ങിയാലും നമ്മുടെ സൗഹൃദങ്ങൾ കീപ്പ് ചെയ്യുക. ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരോട് നല്ലപോലെ അവരോട് കാര്യങ്ങൾ ചിലപ്പോൾ തുറന്നു പറയാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ ശരിയായ ഉറക്കം ഒരു പ്രധാന കാരണമാണ് സ്ട്രെസ്സിന്. ഇന്നിപ്പോൾ എല്ലാവരും രാത്രി ആയാലും ഫോണിലൂടെ നോക്കിയിരുന്നിട്ടാണ് ഉറങ്ങുന്നത് തന്നെ. അപ്പം നമ്മൾ ഫോണിൽ ആ ലൈറ്റ് തന്നെ നമ്മുടെ ഉറക്കത്തേക്ക് എടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുന്നെങ്കിലും ഫോൺ ഓഫ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ ശരിയായ ഉറക്കം കിട്ടാത്തവർ ഒരു ചെറിയ യോഗ പോലെ ബ്രീത്തിങ് ടെക്നിക്സ് ഉപയോഗിക്കുക. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് കുറച്ച് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ശരിയായ ഉറക്കം കിട്ടാത്തവർക്ക്. അല്ലെങ്കിൽ രാത്രിയിൽ ഇപ്പം പാല് കുടിക്കാൻ സാധിക്കുന്നവർക്കാണെങ്കിൽ പാല് ഒരു ഇച്ചിരി മഞ്ഞളും തേനും ഒക്കെ ഇട്ടിട്ട് പാല് കുടിച്ച് 1/2 ഗ്ലാസ് പാലെങ്കിലും കുടിച്ചാൽ പെട്ടെന്ന് ഉറക്കം വരും. അങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളിലും കുറച്ച് സ്ട്രെസ്സ് മാറ്റാൻ വേണ്ടി യോഗ പ്രധാനമായിട്ടും എല്ലാ ദിവസവും ഒരു 10 മിനിറ്റെങ്കിലും യോഗ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഏതെങ്കിലും എക്സസൈസ് ഈ പറഞ്ഞ പോലെ 1/2 മണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് രാവിലെയും വൈകിട്ടും ഒരു 10 or 15 മിനിറ്റ്സ് ചെയ്താൽ തന്നെ ശരീരം ഒന്ന് തളരും. അപ്പോഴും നമുക്ക് ഒരു ക്ഷീണം വരും. അപ്പോഴും നമുക്ക് രാത്രി ഉറങ്ങാൻ സാധിക്കും. ഈവനിങ് അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഏർലി ഫുഡ് കഴിക്കുക. ഒക്കെ അപ്പോൾ നമുക്ക് ഉറങ്ങാനും സാധിക്കും നല്ലപോലെ. അപ്പോൾ സ്ട്രെസ് ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് ഒന്നാമത്തെ എക്സസൈസ് ചെയ്യുക, രണ്ടാമത് ശരിയായ ഉറക്കത്തിലേക്ക് പോവുക, പിന്നെ നൈറ്റ് ഫുഡ് നമ്മൾ ലൈറ്റായിട്ട് കഴിക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഉറക്കം ശരിയായിട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെ ആ ഒരു വേ തന്നെ. പിന്നെ ചെയ്യാനുള്ളത് നമ്മൾ സൗഹൃദങ്ങൾ കീപ്പ് ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുക. നമുക്കിപ്പം ഒരു സ്ത്രീകളെ സംബന്ധിച്ച് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യാം, പെറ്റ്സ് ആണെങ്കിൽ അത് ചെയ്യാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള വിനോദങ്ങൾ ചെയ്യുക. അപ്പോൾ അതും നമുക്ക് സ്ട്രെസ്സ് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ ആയുർവേദത്തിലാണെങ്കിൽ സ്ട്രെസ്സിന് നമുക്ക് ശിരോധാര കൂടുതലായ സ്ട്രെസ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മൈഗ്രെയിൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അവിടെ ഉള്ളവർക്ക് ഈ ശിരോധാര നല്ലൊരു ചികിത്സ തന്നെയാണ്. ശിരോധാര ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിലുള്ള ബ്രെയിനിലുള്ള കൂടുതൽ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആ ഗ്രന്ഥികളെയൊക്കെ തന്നെ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. അതോടുകൂടി നമുക്കത് നല്ലപോലെ ഉറക്കം കിട്ടും. ശിരോധാര ചെയ്ത് നമ്മുടെ അനുഭവത്തിലുണ്ട്. പലരും ഇത് ഉറക്കം കിട്ടാത്തൊരു മെഡിക്കേഷൻ ഉപയോഗിക്കുന്നവരുണ്ട്. അവർ ഈ ശിരോധാര ചെയ്തും പറയും നല്ല ഉറക്കം കിട്ടിയെന്ന് പറയും. പിന്നെ അതുപോലെ പല ഓയിൽസ് ഉണ്ട് ആയുർവേദത്തിൽ, അത് യൂസ് ചെയ്യുമ്പോഴും പിന്നെയുള്ള ലൈഫും ശിരോധാരയ്ക്ക് ശേഷം നോർമൽ ലൈഫിലേക്ക് പോകുമ്പോഴും ഈ ഓയിൽസ് ഉപയോഗിക്കുമ്പോൾ അത് നല്ല ഉറക്കം കിട്ടുന്നതായി പറയുന്നുണ്ട്.
ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ മസാജുകളും തെറാപ്പികളും ഒക്കെ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇപ്പോഴാണെങ്കിലും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്തിനാണ് ഒരു മസാജിന് പോകുന്നത്, ശിരോധാരയ്ക്ക് പോകുന്നത്, ഒരു ഒഴിച്ചിലിന് പോകുന്നത്? എന്തെങ്കിലുമൊക്കെ വേദനകൾ വരുമ്പോൾ മാത്രം പോകാനുള്ള ഒരു കാര്യം മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ. തീർച്ചയായും നമ്മളെ വേദനകൾ ഒന്ന് മാത്രമല്ല പുതിയൊരു- മാനസികാരോഗ്യത്തിനും സഹായകരമാണെന്ന് ഇപ്പോൾ മാഡം സംസാരിച്ചില്ലേ. അതെ, ഇപ്പോൾ അനാവശ്യമായി പണ്ട് നമ്മൾ എന്തെങ്കിലും കണ്ട് പേടിക്കുമ്പോഴാണ് നമ്മുടെ ഈ പറയുന്ന ഹോർമോൺസ് ഒക്കെ, പേടിയുടെ ഹോർമോൺസ്, സ്ട്രെസ് ഹോർമോൺസ് ഒക്കെ ഒന്ന് റിലീസായി വരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ അനാവശ്യമായി ചിന്തിക്കുകയാണ്. ഓവർ തിങ്കിങ് ഇല്ലാത്ത ലേഡീസ് ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അടുത്ത് പേഷ്യൻസായിട്ട് വരുന്ന മിക്കവരും പറയുന്നത് പെട്ടെന്നുള്ള കാര്യങ്ങൾ മറന്നു പോവുക, അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ഫ്യൂച്ചറിനെ പറ്റിയിട്ട് അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പറയുന്ന നമ്മൾ ഈ നിമിഷത്തെ നമ്മൾ സ്നേഹിക്കുന്നില്ല, ഈ നിമിഷം നമ്മൾ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ ഹോർമോൺ സെക്രീഷൻസിനെയൊക്കെ ബാധിക്കുന്നുണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലും കണ്ട് പേടിച്ചിരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ റിലീസ് ചെയ്തുകൊണ്ടിരുന്ന ഹോർമോൺസ് ഇപ്പം ഓരോ നിമിഷവും നമ്മുടെ ബോഡിയിൽ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വർദ്ധിച്ച് പിന്നീട് വലിയൊരു സ്ട്രെസ്സായിട്ടും ആങ്സൈറ്റി ഡിസോർഡേഴ്സൊക്കെ ആയിട്ട് മാറുകയാണ്. അപ്പോൾ അത് വളരെയധികം ഇന്നത്തെ ഒരു സമൂഹത്തിൽ അത് വളരെയധികം നിയന്ത്രിക്കേണ്ട സമയം കഴിഞ്ഞു. മാനസികാരോഗ്യത്തെ പറ്റി നല്ല ചർച്ചകൾ വേണം. അതിനെപ്പറ്റി ഇന്നത്തെ കാലഘട്ടം കൂടുതലായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. യോഗ, ധ്യാനം പോലെയുള്ളവ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ സിമ്പിൾ മെഡിസിൻസ് ആണെങ്കിൽ മാഡം പറഞ്ഞതുപോലുള്ള ഡെയിലി യൂസ് ചെയ്യാവുന്ന തലയിലെ എണ്ണകൾ യൂസ് ചെയ്യാം. ക്ഷീരബല പോലെയുള്ള എന്തെങ്കിലും ജനറൽ ആയിട്ടുള്ള ഓയിൽസ് യൂസ് ചെയ്യാം. പിന്നെ ഉള്ളിൽ കഴിക്കാനാണെങ്കിൽ അശ്വഗന്ധ പോലെയുള്ള ഡ്രഗ്സൊക്കെ കുറച്ചൊരു സ്ട്രെസ് റിലീഫ് തരുന്ന സാധനങ്ങളാണ്. എന്നിരുന്നാലും നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഡോക്ടർ. അത് മനസ്സിലാക്കുക, ഈ നിമിഷത്തെ എൻജോയ് ചെയ്യുക. പിന്നെ കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ആദ്യമേ തന്നെ ഒരു ഉപദേശം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. ഇപ്പോൾ അശ്വഗന്ധയുടെ കാര്യം പറഞ്ഞില്ലേ, അത് നമുക്ക് ആർക്കും കഴിക്കാവുന്ന ഒരു ഇതാണ്. നമ്മൾ പറയും ചിലപ്പോൾ സപ്ലിമെന്റ്സ് എന്നുള്ള രീതിയിലൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും, നമുക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു ഇതിലേക്ക് തിരിച്ചെത്താൻ പറ്റില്ല എന്നൊക്കെ പല സപ്ലിമെന്റ്സ് കഴിക്കുന്നവർക്ക് കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സൈഡ് എഫക്റ്റിന് വല്ല സാധ്യതയുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. എന്നിരുന്നാലും ഓരോരുത്തരുടെയും ബോഡി കണ്ടീഷൻസ് ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷന് ശേഷം മാത്രം തുടർച്ചയായി മരുന്നുകൾ കഴിക്കുക. വൺസിന് ഒരു ആഹാരം പോലെ ഇപ്പോൾ അശ്വഗന്ധ നമ്മളൊരു നൈറ്റിലൊരു 1 വീക്ക് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ തുടർച്ചയായി കഴിക്കുന്നതിന് ഞാൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്നുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം ആയുർവേദം ട്രീറ്റ് ചെയ്യുന്നത് ഒരു രോഗത്തെ അല്ല. ഇപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്ന ഒരു രോഗത്തിന് ഒരു ജനറലി യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ സംസാരിച്ചെന്നേ ഉള്ളൂ. ആയുർവേദം ചികിത്സിക്കുന്നത് ഒരു വ്യക്തിയാണ്. അവരുടെ ബോഡി ടൈപ്പ് അനുസരിച്ച്, ശരീരപ്രകൃതി, ഇപ്പം നമ്മൾ പറയും വാതപിത്ത കഫം എന്ന് പറഞ്ഞ 3 ത്രിദോഷങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് ഓരോ വ്യക്തിക്കും ഓരോ ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ കാണും. എൻ്റെ ശരീരപ്രകൃതി ആയിരിക്കത്തില്ല താങ്കളുടേത്. അപ്പോൾ എനിക്ക് സ്യൂട്ടബിൾ ആവുന്ന മെഡിസിൻസ് താങ്കൾക്ക് സ്യൂട്ടബിൾ ആവണമെന്ന് യാതൊരുവിധ നിർബന്ധമില്ല. അപ്പോൾ അത് ഒരു ഡോക്ടർക്കാണെങ്കിൽ അത് എളുപ്പം നിർദ്ദേശിക്കാൻ സാധിക്കും. അതുപോലെ ഡോക്ടറോട് തന്നെയാണ് ഒരു ചോദ്യം. നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് സ്ട്രെസ് റിലീഫിൻ്റെ കാര്യം, ഇതും ഓർമ്മക്കുറവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിട്ടില്ലേ? കോവിഡിന് ശേഷം പ്രത്യേകിച്ചും ആളുകളിൽ കൂടുതലായിട്ട് ഓർമ്മക്കുറവ് കാണുന്നുണ്ട്. അതെ, പ്രത്യേകിച്ച് സ്ത്രീകളിലാണ് ഈ പ്രശ്നം കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർ മൾട്ടി ടാസ്കിങ് കൊണ്ട് മറന്നു പോകുന്ന കാര്യങ്ങളുണ്ട്. പണ്ടത്തെ കണക്കല്ല, ഇപ്പോൾ സ്ത്രീകൾ 2 റോള് പ്ലേ ചെയ്യുന്നുണ്ട്. അവർ വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഗൃഹഭരണവും അവർ തന്നെ ചെയ്യുന്നുണ്ട്. രാവിലത്തെ ഹസ്ബൻഡിനെ ഓഫീസിൽ വിടുക, കുട്ടികളെ സ്കൂളിൽ വിടുക, ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഓഫീസിലോട്ടോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തോട്ടോ ഉള്ള ഓട്ടത്തിലായിരിക്കും. ഇതിനിടയ്ക്ക് പലപ്പോഴും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ചായയോ വെള്ളമോ കുടിച്ചാലായി. പിന്നെ ഉച്ചയ്ക്കാണെങ്കിലും പാക്ക് ചെയ്ത് ഫുഡ് കഴിക്കുന്നു. അമിതമായി നമ്മൾ ചായ ഇൻ ബിറ്റ്വീൻ നമ്മൾ ചിലപ്പോൾ വിശക്കാതിരിക്കാനായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നതിന് പകരമായിട്ട് ചിലപ്പോൾ ഒരു ചായയോ ഒരു എണ്ണ പലഹാരമോ ഒക്കെ കഴിച്ചെന്നിരിക്കും. അപ്പോൾ തന്നെ നമ്മുടെ ദഹന വ്യവസ്ഥ താളം തെറ്റുകയാണ്. പിന്നെ ഈ ജോലിയുടെ സ്ട്രെസ്സും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഗട്ട് ഹെൽത്തിനെ ബാധിക്കുന്നു. അത് പിന്നീട് ഒരു സ്ട്രെസ്സായി മാറുന്നു. ഇതെല്ലാം കൂടെ ബാലൻസ് ചെയ്യാനായിട്ട് സ്ത്രീകൾ വൈകുന്നേരം വീട്ടിലെത്തിക്കഴിഞ്ഞാലോ അടുത്ത ദിവസത്തേക്കുള്ള തയ്യാറെടുപ്പുകൾ, പച്ചക്കറികളോ മറ്റ് ഫ്രൂട്ട്സോ ഒക്കെ നമുക്ക് വേണ്ടി കഴിക്കാറുണ്ടോ? മിക്കപ്പോഴും ഇല്ല. അത് നമ്മൾ പറയും അരിയാനായിട്ട് ഒരുപാട് സമയമെടുക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ മിക്കപ്പോഴും എളുപ്പം തട്ടിക്കൂട്ടാവുന്ന എന്തെങ്കിലും ഫുഡ് കുക്ക് ചെയ്യുന്നു, അത് മറ്റുള്ളവർക്ക് സെർവ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ മാഡം നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഹോബിക്കോ അല്ലെങ്കിൽ നമ്മുടേതായ ഒരു സമയം, നമുക്ക് വിശ്രമത്തിനോ നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ടോ? ഇല്ല. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് നമ്മുടെ മാനസികാരോഗ്യം നമ്മൾ സംരക്ഷിക്കുന്നത്? ബോഡി അതനുസരിച്ച് ടയേർഡ് ആവത്തില്ല. ആയുർവേദ പ്രകാരമാണെങ്കിൽ നമ്മുടെ ഉറക്കവും നമ്മുടെ ആഹാരവും ഒക്കെ നമ്മുടെ ലൈഫിനെ നിലനിർത്തുന്ന നെടും തൂണുകളായിട്ടാണ് പറയുന്നത്, വ്യായാമവും. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ച് ഈ 3 നെടും തൂണുകളും ഇല്ല. ആഹാരവും പ്രോപ്പറായിട്ടില്ല,
വ്യായാമവും ഇല്ല, ഉറക്കം അതിലും കുറവാണ്. അല്ല, കൂടുതലായി ഉറങ്ങുന്നത് എന്തോ തെറ്റുപോലെയാണ് ഇപ്പോഴും നമ്മുടെ സമൂഹം കാണുന്നത്. ക്ഷീണമാണെങ്കിൽ പോലും കൂടുതലായിട്ട് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് കൂടുതൽ നേരം ഉറങ്ങി, അതായത് നേരത്തെ കിടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പലരുടെയും അനുഭവങ്ങളിൽ നിന്ന് പലരും ഷെയർ ചെയ്തിട്ടുണ്ട്. നേരത്തെ കിടക്കാൻ പോലും പറ്റാറില്ല ചില സമയത്ത്. അതായത് കൂടുതൽ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറക്കം എന്നൊരു വിചാരം മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു കാഴ്ചപ്പാട് കൂടി നമ്മുടെ സമൂഹത്തിനുണ്ട്. ഒരിക്കലുമല്ല, വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്ക് അതിൻ്റെതായ വിശ്രമവും ആവശ്യമാണ്. അത് ഉറക്കം അവർ കൃത്യസമയത്ത് കിട്ടിയിരിക്കണം. അതുപോലെ തന്നെ ഇൻ ബിറ്റ്വീൻ നമ്മൾ എപ്പോഴെങ്കിലും വിശ്രമിക്കാൻ സമയം കണ്ടെത്താറുണ്ടോ? ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പുരുഷന്മാരൊന്ന് കുറച്ച് നേരം ഒന്ന് ഇരിക്കുകയോ അവർ കുറച്ച് നേരം റിലാക്സ് ചെയ്യുകയോ ചെയ്യും. പക്ഷേ സ്ത്രീകളാണെങ്കിൽ അടുത്ത ജോലി ചെയ്യാനുള്ള ഓട്ടത്തിലായിരിക്കും. നൈറ്റിലേക്കുള്ള കുക്കിങ്, കുട്ടിയെ പഠിപ്പിക്കൽ, അങ്ങനെ പല നമുക്കിടേതായ വിശ്രമ സമയം നമ്മൾ കണ്ടെത്തുന്നില്ല. അത് തീർച്ചയായും നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളെ ബാധിക്കും. ഈ കാലഘട്ടത്തിലാണ് സ്ത്രീകൾക്ക് കൂടുതലായി ഹോർമോണൽ ഇംബാലൻസസ് ഒരുപാട് പേർക്കുണ്ട്. ഇപ്പോൾ പീരീഡ്സിന് ആർത്തവമാണെങ്കിൽ ക്രമം തെറ്റി വരിക, അതോടനുബന്ധിച്ച് ഒരുപാട് മൂഡ് സ്വിങ്സ് പ്രശ്നങ്ങളായിട്ട് വരിക. ചെറിയ പെൺകുട്ടികളിലാണെങ്കിൽ PCO പണ്ടൊരു 20% ഒക്കെ ആയിരുന്നു, ഇപ്പോൾ എത്ര %? ഒരുപാട് കൂടി, 45%, 60%-ലോട്ടൊക്കെ എത്തിയിരിക്കുകയാണ്. PCOD ഇല്ലാത്ത പെൺകുട്ടികളില്ല. അങ്ങനെയൊക്കെ ഒരുപാട് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നു. അപ്പോൾ അത് മാനസികാരോഗ്യത്തെയും അത് ബാധിക്കുകയാണല്ലോ. അപ്പം ഈ കാര്യങ്ങളിലൊക്കെ തീർച്ചയായും ശ്രദ്ധിക്കണം. ഇനി ഡോക്ടർ ഗീതയിലേക്ക് വരികയാണെങ്കിൽ, നമ്മളിപ്പോൾ പുതിയ തലമുറ, ന്യൂജൻ എന്നൊക്കെ പറയും. പണ്ട് കാലത്താണെങ്കിൽ ഒരു പ്രസവം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസവരക്ഷ എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ് തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ ഇത്ര ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ ട്രീറ്റ്മെൻറ്റ്, ഇതൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ ഇന്നത്തെ തലമുറ, ഇന്നത്തെ കാലഘട്ടത്തിലുള്ളവർ അത് പ്രിഫർ ചെയ്യുന്നില്ല. വലിയ പ്രായം മുതിർന്നവരുള്ള കുടുംബങ്ങളിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. പ്രസവരക്ഷ എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണോ? അത് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് ദോഷമുണ്ടോ? ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല? എന്താണ് ഡോക്ടറുടെ അനുഭവം? പ്രസവരക്ഷ നമ്മുടെ നാട്ടിൽ ആവശ്യമാണ്. ഓരോ ദേശം കാലം ഇതനുസരിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ രീതി തന്നെ മാറും, ശരീരഘടന തന്നെ മാറും. നമ്മൾ അത് ഫോളോ ചെയ്തേ സാധിക്കുള്ളൂ. കാരണം പലരും ഇപ്പോഴത്തെ ഉള്ളവർ ചോദിക്കും, എല്ലാം നമ്മൾ യൂണിവേഴ്സിനെ ചിന്തിക്കുമ്പോൾ ഓരോരുത്തരും പ്രസവിച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ഉടനെ പോകുന്നു, നമ്മൾ മാത്രം എന്താ ഇങ്ങനെ പ്രസവരക്ഷ ഇരിക്കുന്നു. പക്ഷെ നമ്മുടെ ദേശവും കാലവും നമ്മുടെ ആഹാര രീതികളും നമ്മുടെ ജീനും അനുസരിച്ച്, നമ്മുടെ പൂർവികരുടെ ജീനനുസരിച്ച്, മാതാപിതാക്കളുടെയും ആ ജീനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ഈ പ്രസവരക്ഷയുടെ ആവശ്യം പണ്ട് തന്നെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത് പ്രസവരക്ഷ ഫോളോ ചെയ്യുന്നത്. അത് നമ്മൾ ചെയ്തേ മതിയാവൂ. അതിൻ്റെ ഗുണങ്ങളെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് പറഞ്ഞ ഡോക്ടർ പറഞ്ഞതുപോലെ ധാരാളം ഡ്യൂട്ടീസ് ഉണ്ട് പുരുഷന്മാരെക്കാളും. അപ്പോൾ അവരുടെ പിന്നെ കുട്ടീനെ പ്രസവിക്കുക, ഇതുപോലെ പീരീഡ്സ്, അതിൻ്റെ ഹോർമോൺ ഇംബാലൻസ്, അതെല്ലാം ഫേസ് ചെയ്യുന്ന ഒരു ലേഡിയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് കൂടുതൽ ഒരു സംരക്ഷണ ഹെൽത്തിന് ആവശ്യമുണ്ട്. അത് കുട്ടി ജനിച്ചു കഴിഞ്ഞാലും അവരുടെ പഠിത്തം, അങ്ങനെ ഓരോന്നിനും എപ്പോഴും അതോടെ ഇപ്പോൾ ജോലി ചെയ്യുന്നു സ്ത്രീകൾ കൂടുതലായിട്ട്. അപ്പോൾ എന്തുകൊണ്ടും അവർക്കൊരു ആരോഗ്യ സംരക്ഷണം കൂടുതൽ ആവശ്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ പ്രസവരക്ഷ എന്ന് പറയുന്നത് അതോടൊപ്പം അത്രയും നാളെങ്കിലും ഒരു റെസ്റ്റും കാര്യങ്ങളും ചികിത്സകളും കിട്ടിയാൽ അത്രയും അവരുടെ ശരീരത്തിനൊരു ബലം കിട്ടും. അതാണ് പ്രസവരക്ഷയുടെ പ്രാധാന്യം. ഇപ്പോൾ അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് വരുന്നൊരു കാര്യമാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ. അത് നമുക്ക് എങ്ങനെ ആരോഗ്യപരമായിട്ട് നേരിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും? ഡെലിവറി കഴിഞ്ഞ മിക്ക സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു മെയിൻ പ്രശ്നമാണ്. ഈ കാലഘട്ടത്തിൽ അത് കൂടുതലാണെന്ന് തോന്നുന്നു. കാരണം ഞങ്ങളുടെ അവിടെ ഒരുപാട് പ്രസവരക്ഷ ഞങ്ങൾ നന്നായിട്ട് അവിടെ ചെയ്യുന്നതാണ് ഓൾ സീസൺസ് ഡീഫോർട്ട് ആയുർവേദിക് റിസോർട്ടിൽ. ഇപ്പോൾ ആൾക്കാർ വരുന്നത്, പണ്ടൊക്കെയാണെന്ന് പറഞ്ഞാൽ ആൾക്കാർ വരുന്നത് ഓക്കെ പ്രസവരക്ഷ ചെയ്യുന്നു, 7 ദിവസമോ 14 ദിവസമോ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് പോകുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന കുട്ടികളെല്ലാം തന്നെ പറയുന്നവർക്ക് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഫേസ് ചെയ്യുന്നെന്നുള്ളതാണ്. കാരണം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, അനാവശ്യമായ ആങ്സൈറ്റി, ഓവർ തിങ്കിങ്, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും, പിന്നെയുള്ള ഹോർമോണൽ ഇംബാലൻസ്, അവരുടെ ഭക്ഷണക്രമത്തിലുള്ള മാറ്റം, ഇതെല്ലാം ഇൻറ്റേൺ അവരെ ഒരു പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിലേക്ക് നയിക്കുകയാണ്. അപ്പോൾ ആയുർവേദ ചികിത്സകൾ എടുക്കുമ്പോൾ മാഡം പറഞ്ഞ കണക്ക് തന്നെ നമ്മുടെ ശരീരത്തിന് അത് വളരെയധികം സഹായിക്കുന്നതോടൊപ്പം തന്നെ മാനസികമായ ആരോഗ്യത്തിനും ഒരു അഭ്യംഗം ചെയ്യുക, അല്ലെങ്കിൽ നമ്മളൊരു ഇതിൻ്റെ ഭാഗമായി നമ്മൾ തലയിലൊക്കെ അഭ്യംഗം ചെയ്യുന്നുണ്ട്. അഭ്യംഗം ചെയ്യുമ്പോൾ നമ്മൾ അതേപോലെ റിലാക്സ് ചെയ്യുന്ന, അല്ലെങ്കിൽ മാനസികാരോഗ്യം വർദ്ധിക്കാനായിട്ടുള്ള ഓയിൽസൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുവഴി അവർക്കൊരു റിലാക്സേഷൻ ഉണ്ടാവുകയും അവരുടെ ഹോർമോണൽ ബാലൻസിനെയൊക്കെ സഹായിക്കും. പിന്നെ കൂടുതലായിട്ട് ഡിപ്രഷൻ നമുക്ക് ഒരു ഡോക്ടർക്ക് മനസ്സിലാവുമല്ലോ ഏത് സ്റ്റേജിലാണ്. കൂടുതലായിട്ട് ചികിത്സിക്കേണ്ടതായിട്ട് ലെവലിലുണ്ടെങ്കിൽ നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലുള്ള ശിരോധാര പോലുള്ള ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ ചെയ്യാറുണ്ട്. അത് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കും. അതുവഴി മറ്റ് ഗ്ലാൻഡ്സിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്ത് ആ ഹോർമോണൽ ബാലൻസ് കറക്റ്റ് ചെയ്യുക എന്നതാണ് ആ ട്രീറ്റ്മെൻറ്റ് വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ആവശ്യമുള്ളവർക്കാണെങ്കിൽ ഇൻറ്റേർണലി കുഞ്ഞിനും അമ്മയ്ക്കും ദോഷം വരാത്ത രീതിയിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള മരുന്നുകളും നമ്മൾ നൽകാറുണ്ട്.
ഓക്കെ, അങ്ങനെയാണ്. ഇനി നമ്മൾ വീണ്ടും ജീവിതശൈലിയിലേക്ക് വരികയാണെങ്കിൽ, മാം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ പുറത്ത് പറമ്പിൽ പണിയെടുക്കുമായിരുന്നു, വെള്ളം കോരുമായിരുന്നു, അരി അരയ്ക്കുമായിരുന്നു, അങ്ങനത്തെയൊക്കെ കായികപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി കൂടുതൽ സമയം കസേരയിൽ ഇരുന്ന് ചെയ്യുന്ന ജോലികളാണ് അധികം ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ടിരിക്കുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പലർക്കും സന്ധിവേദന ഒരു കൂടെ കൂട്ടേണ്ട ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇരിക്കുന്നവർ ഇടയ്ക്കൊരു മസാജിനൊക്കെ പോകുന്നത് എത്രത്തോളം ഫലപ്രദമാണ്? എങ്ങനെയൊക്കെയാണ് ഇങ്ങനെ കൈക്കുണ്ടാകുന്ന വേദന, ചെറിയ ചെറിയ വേദനകളെ നമ്മൾ അവഗണിക്കാമോ? തീർച്ചയായും അവഗണിക്കാൻ പാടില്ല. കാരണം ചെറിയ വേദനകളാണ് നാളെ വലിയ വേദനകളായിട്ട് മാറുകയും പിന്നെ അത് മുള്ളു കൊണ്ടെടുക്കേണ്ട മഴ കൊണ്ടെടുക്കുക എന്ന് പറയുന്ന പോലുള്ള അവസ്ഥയിലേക്ക് പോകും. അപ്പം നമ്മൾ ഈ ഇടയ്ക്ക് ആയുർവേദ ചികിത്സ ചെയ്യുക എന്നുള്ളത് അനിവാര്യമായ കാര്യമായിട്ടാണ് തോന്നുന്നത്. കാരണം പലരും പറയാറുണ്ട്, നമുക്കത് ചെയ്തപ്പോഴാണ് അതിൻ്റെ ഗുണം മനസ്സിലായത്. അവിടെ നീർക്കെട്ടുണ്ടായി, വിചാരിച്ച സ്ഥലത്തല്ല വേദന, അതിനപ്പുറം നീർക്കെട്ടുണ്ടായെന്ന് കണ്ടുപിടിച്ചു. ഇതൊക്കെ ഈ ഇടയ്ക്ക് നമ്മൾ എണ്ണ തേച്ച് അല്ലെങ്കിൽ സ്വയം തന്നെ എണ്ണ തേക്കുന്നത് ഡെയിലി പറയുന്നുണ്ട്. അഭ്യങ്കൻ ഡോക്ടർ പറഞ്ഞ പോലെ ഡെയിലി എണ്ണ തേക്കാൻ ആയുർവേദം വിധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അല്ലാതെ ഒരു പ്രശ്നം ചെറുതായിട്ട് തോന്നുമ്പോൾ തന്നെ ഇത് പോയി ഒരു മസാജ് ചെയ്ത് ഒരു സ്റ്റീമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ, ലിംഫാറ്റിക് സർക്കുലേഷൻ എല്ലാം ഇമ്പ്രൂവ് ചെയ്യും. ആ ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി ഒരു ചെറിയ ചൂടൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അത് കിഴിയൊക്കെ ഇടുമ്പോൾ നല്ല ആശ്വാസം കിട്ടാറുണ്ട്. അത് നല്ലത് തന്നെയാണ് എപ്പോഴും. ഇപ്പോൾ നമ്മൾ പ്രായമായവരുടെ ആരോഗ്യത്തിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. കുട്ടികളുടെ ആരോഗ്യം നമ്മൾ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്? കുട്ടികൾക്ക് ആദ്യമായി നല്ല പോഷകാഹാരം കൊടുക്കുക, കുഞ്ഞിലെ തന്നെ അവരെ വ്യായാമം എന്ന ശീലത്തിലേക്ക് നയിക്കുക. ഇന്നത്തെ കാലത്ത് കൂടുതലായും കുട്ടികൾ മൊബൈൽ ഫോൺസും മറ്റ് കായിക വിനോദങ്ങളിലേക്കൊന്നും തിരിയുന്നില്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ചെറുതിലെ തന്നെ അവരെ ഏതെങ്കിലും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും എന്തെങ്കിലും ഒരു സ്പോർട്സ് ആക്ടിവിറ്റി അവരെ പ്രാക്ടീസ് ചെയ്യിക്കുന്നത് നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെൺകുട്ടികളിലൊക്കെ ആണെങ്കിൽ PCO പോലുള്ള പ്രശ്നങ്ങൾ കാണിക്കുന്നത് തീർച്ചയായും വ്യായാമമില്ലായ്മ മൂലം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചികിത്സാ വിധിയായിട്ട് പറയുന്നതും ഭക്ഷണ ക്രമീകരണവും വ്യായാമവും തന്നെയാണ്. അപ്പോൾ ചെറുതിലെ കുട്ടിയെ ഒരു കായിക വിനോദത്തിലേക്ക് താല്പര്യം നമ്മൾ കാണിച്ച് അവരെ ഒന്ന് ഇൻട്രസ്റ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവരത് ഫോളോ ചെയ്തോളും. അത് തന്നെയാണ് കുട്ടികളുടെ ഹെൽത്തി ലൈഫിന് ഏറ്റവും വേണ്ടത്. പിന്നെ ആയുർവേദത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു ജനിച്ച കുട്ടിക്ക് തേക്കാനുള്ള എണ്ണ തൊട്ട് അവരുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് മെഡിസിൻസ് പറയുന്നുണ്ട്. സ്വർണ്ണപ്രാശം പോലെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. സുവർണ്ണപ്രാശം എന്ന് പറയുന്നത് അവരുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ഡ്രോപ്സ് ആണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. എന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കുട്ടിയെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് ശീലിപ്പിക്കുക. ചെറുതിലെ തന്നെ വ്യായാമം ഒരു നിത്യശീലമാക്കി മാറ്റുക. നേരത്തെ ഗീതു ചോദിച്ചതിൻ്റെ ഒരു കാര്യം കൂടെ എനിക്ക് ഇതുമായിട്ട് ചേർത്ത് പറയാൻ തോന്നുന്നു. വ്യായാമം ഒരു പണിയെടുക്കൽ മാത്രമല്ല വ്യായാമം. വ്യായാമം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ പേശികൾക്കും ഒരു വ്യായാമം ആവശ്യമാണ്. ഇപ്പോൾ സ്ത്രീകളും മറ്റുള്ളവരൊക്കെ നമ്മൾ പറമ്പിൽ പണിയെടുത്തു, അടുക്കളയിൽ നമ്മൾ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊരു വ്യായാമത്തിന് ആവശ്യമില്ല എന്ന് പറയുന്നവരാണ് പകുതിയും. പക്ഷെ അങ്ങനെയല്ല. വ്യായാമം എന്ന് പറയുമ്പം നമ്മൾ അത്രയും സമയം കണ്ടെത്തി നമ്മൾ റിലാക്സ്ഡായി നമ്മുടെ എല്ലാ പേശികൾക്കും നമുക്ക് അനുയോജ്യമായ വിധത്തിൽ ഒരു 10 15 അല്ലെങ്കിൽ അരമണിക്കൂർ സമയമുള്ളവർ അത്രയുമെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നതാണ് വ്യായാമം. അതെ, തീർച്ചയായും പലരും തിരിച്ചറിയാത്തൊരു കാര്യമാണ് സമയമില്ല വ്യായാമം ചെയ്യാൻ. നമ്മൾ ജീവിക്കുന്നത് മുന്നോട്ട് പോകുന്നത് എന്തിനാ? നമുക്കൊരു നല്ല ജീവിതം ഉണ്ടാവാനാണ്, അല്ലേ? പക്ഷേ ആ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ മാറ്റിവെക്കാനില്ല എന്ന് പറയുമ്പോൾ തന്നെ അവിടെ നമ്മുടെ എത്രത്തോളം പുറകിലേക്കാണ് നമ്മൾ ചിന്തിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞാനൊരു കാര്യം വിട്ടുപോയത്, കുട്ടികൾക്ക് ബ്രഹ്മി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓർമ്മ ശക്തി വളരാൻ സഹായിക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് വെറും പഴമൊഴിയാണോ? അതിൽ യഥാർത്ഥത്തിൽ വസ്തുതയുണ്ടോ? ബ്രഹ്മീകൃതം പണ്ട് മുതലേ നിശ്ചയിക്കുന്നതാണ് കുട്ടികളുടെ ബുദ്ധി വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്. അതുപോലെ ഡോക്ടർ പറഞ്ഞ പോലെ സാരസ്വത ഘൃതമുണ്ട്, സാരസ്വത അരിഷ്ടമുണ്ട്. ഇതൊക്കെ സ്വർണം ചേർന്നാണ് അതിനകത്ത്. അപ്പോൾ ബ്രഹ്മിയാണ് ഏറ്റവും അഫോർഡബിളായിട്ട് ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അത് ഗുണകരം തന്നെയാണ്, അല്ലാതെ പറച്ചിൽ മാത്രമല്ല. ഗുണകരമായിട്ടുള്ള കാര്യമാണ്. ആയുർവേദത്തിൽ മേധ്യമായിട്ടുള്ള മരുന്നുകളിൽ ഉൾപ്പെട്ട മരുന്നുകളാണ് അതിനകത്ത് ചേർത്തിട്ടുള്ളത്. മേധ്യം മീൻസ് ബുദ്ധി വർദ്ധിക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ കുട്ടികൾക്കല്ല മുതിർന്നവർക്കും ഉള്ളൊരു പ്രശ്നമാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. നമ്മൾ പണ്ടൊക്കെയെന്ന് വെച്ചാൽ പുറത്തിറങ്ങി നടക്കും, മരങ്ങൾക്കിടയിലൂടെയുള്ള നല്ല ഇളം വെയിലൊക്കെ അടിക്കുമായിരുന്നു. ഇപ്പം കഠിനമായിട്ടുള്ള വെയിൽ അത് അടിക്കാൻ പറ്റുന്നില്ല. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എല്ലാവർക്കും ഉള്ളതാണ്. സപ്ലിമെൻറ്റ്സ് ആണ് ഇപ്പോൾ കഴിക്കുന്നത് ആളുകൾ കൂടുതലും. അപ്പോൾ എങ്ങനെയാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നമുക്ക് ആയുർവേദ പ്രകാരം, അതായത് നാച്ചുറലായിട്ട് എങ്ങനെ നമുക്കത് അക്വയർ ചെയ്തെടുക്കാൻ പറ്റും? നാച്ചുറലായിട്ട് ഈ വെയിൽ കൊള്ളുക എന്നുള്ളതാണ് ഏറ്റവും വലിയ റെമഡി എന്ന് പറയുന്നത്. അത് പിന്നെ ഭക്ഷണത്തിൽ ഇപ്പോൾ മുട്ട കഴിക്കുക,
പിന്നെ നമ്മൾ ഷെൽ ഫുഡ്സ് കഴിക്കുക, ഇതൊക്കെ വൈറ്റമിൻ ഡി ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ട അവസ്ഥയിലേക്ക് പോയാൽ സപ്ലിമെൻറ്റ്സ് തന്നെ എടുക്കേണ്ടി വരും. കാരണം അത് മിനിമം 30 ആണ് പറയുന്നത്. അപ്പോൾ അതിന് ബിലോ ആണ് ഇപ്പം ഓൾമോസ്റ്റ് ആൾക്കാർക്കും എല്ലാം 12, 10, 9 അങ്ങനെ പോവാണ്. അപ്പോൾ കാരണം ഇന്നത്തെ ഈ ഇൻഡോർ ലൈഫ് തന്നെയാണ്. വീട്ടിലിരിക്കുക, പിന്നെ വണ്ടിയിലേക്ക് കയറുക, പുറത്തുള്ള ജോലികളൊന്നുമില്ല, ആരും വെയിൽ കൊള്ളുന്നില്ല. അപ്പം ആൾക്കാരത് മനസ്സിലാക്കുന്നില്ല. അതാണ് പ്രധാന ഒരു കാരണം. കാരണം അകാരണമായ ക്ഷീണം, ഇപ്പം എല്ലുകൾക്ക് ബലക്കുറവ്, വൈറ്റമിൻ ഡി ഉണ്ടെങ്കിലേ കാൽഷ്യം അബ്സോർപ്ഷൻ നടക്കുള്ളൂ. അപ്പോൾ അതാരും അറിയില്ല. കാൽഷ്യം കഴിക്കുന്നുണ്ടല്ലോ ഞാനെന്ന് പറയും, പക്ഷെ വൈറ്റമിൻ ഡി ഇല്ലെങ്കിൽ കാൽഷ്യം അബ്സോർബ് ചെയ്യത്തില്ല എന്നുള്ളത് ആർക്കും അറിയില്ല. അപ്പോൾ അത് വൈറ്റമിൻ ഡി കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വെയിൽ കൊള്ളാത്ത സ്ഥിതിക്ക് ഒരു 3 മാസം കൂടുമ്പോൾ നമ്മുടെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളവർ എവരി 3 months ഒന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം അത് കറക്റ്റ് അല്ലെങ്കിൽ അതിന് വേണ്ട സപ്ലിമെൻറ്റ്സ് എടുക്കുക എന്നുള്ളതാണ്. ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ അറിയാൻ പറ്റും? ഭയങ്കര ക്ഷീണം ഫീൽ ചെയ്യുന്നൊക്കെ ചിലർ പറയുന്നത് കേൾക്കാറുണ്ട്. മെയിനായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും ഈ വൈറ്റമിൻ ഡി കുറവാണെന്നുണ്ടെങ്കിൽ? ഇതുപോലെ തന്നെ അകാരണമായ ക്ഷീണം, ഓർമ്മക്കുറവ് പ്രധാനമായിട്ടും ഉണ്ടാവും. പിന്നെ നമ്മുടെ എല്ലുകൾക്ക് ബലക്കുറവ്, ജോയിൻറ്റ് പെയിൻസ് ഒക്കെ തോന്നുക, പിന്നെ മുടി കൊഴിച്ചിൽ, പിന്നെ ഉറക്കം വെറുതെ ക്ഷീണം വന്ന് ഉറക്കം വരിക, ഇങ്ങനെ ഒരു എപ്പോഴും ഒരു തളർന്ന രീതിയായിരിക്കും. ഇതൊക്കെയാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. പിന്നെ കൂടുതലും വൈറ്റമിൻ ഡി കുറേ ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതിന് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒരു സ്ട്രെസ്സിനും കാരണമാണ്. ഇതുള്ളവർ ഡിപ്രഷനിലേക്ക് പോകാനും സാധ്യതയുണ്ട്. മൈൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഡിപ്രഷനിലെ സ്ട്രെസ്സുമാണിത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ. അതൊന്നും ആരും മനസ്സിലാക്കാതെ ഓടിപ്പോയി ഒരു ഡോക്ടറെ സമീപിക്കുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് മരുന്ന് കഴിക്കുക. എനിക്ക് ഇന്ന അസുഖമാണ്, അല്ലെങ്കിൽ ഇന്ന കാലിന് വേദന, കൈവേദന, അല്ലെങ്കിൽ എനിക്ക് പിന്നെ ഡിപ്രഷൻ. പക്ഷേ ഇതൊന്നും ആരും ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല മെയിൻ കോസ് ഡി ഡെഫിഷ്യൻസി ആണെന്നുള്ളത്. അത് ആദ്യം ഡി ഡെഫിഷ്യൻസി ആണോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് പലപ്പോഴും പുറത്തിറങ്ങുമ്പോൾ പഞ്ചകർമ്മ തെറാപ്പി അവൈലബിൾ, പഞ്ചകർമ്മ തെറാപ്പി ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശരിക്കും ഇതിനെക്കുറിച്ച് പലർക്കും അറിയില്ല. ഞാൻ തന്നെ ധരിച്ചിരുന്നത് പഞ്ചകർമ്മ എന്ന് പറയുമ്പോഴേക്കും ഒരു മസാജ്, ഉഴിച്ചിൽ, ഒരു ധാര, ഇങ്ങനെ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള പോലെ ഒരു തടിയിലോ സാധനത്തിൽ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നു, അതാണെന്നാണ് കോമൺ ആയിട്ടുള്ള ആളുകളുടെ ഒരു ധാരണ. എന്താണ് ശരിക്കും പഞ്ചകർമ്മ എന്ന് പറഞ്ഞാൽ? ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊന്നുമല്ല പഞ്ചകർമ്മ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു ദിവസമൊക്കെ നമ്മളടുത്ത് ആൾക്കാരിങ്ങനെ വന്ന് തിരക്കാറുണ്ട്, ഞങ്ങൾ പഞ്ചകർമ്മ ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന്. ആയുർവേദം ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ടുള്ളത് നമ്മുടെ കേരളത്തിലാണ്. എന്നിട്ട് പോലും ആൾക്കാർക്ക് അതിനെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് ഇല്ല. അപ്പോൾ ഈ ഒരു അവസരം ഞാൻ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. പഞ്ചകർമ്മം എന്ന് പറയുമ്പോൾ ആയുർവേദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 ചികിത്സകളാണ്. ആ 5 ചികിത്സകളെന്ന് പറയുമ്പോൾ വമനം, വിരേചനം, വസ്തി, നസ്യം, രക്തമോക്ഷണം എന്നിങ്ങനെ 5 ചികിത്സകൾ പണ്ടുള്ള ആചാര്യന്മാർ പറഞ്ഞിരുന്ന ആ ചികിത്സകളെയാണ് പഞ്ചകർമ്മങ്ങൾ എന്ന പേരിൽ നമ്മൾ വിളിക്കുന്നത്. അതിന് പൂർവ്വകർമ്മങ്ങളുമുണ്ട്, പശ്ചാത്ത കർമ്മങ്ങളുമുണ്ട്. അതായത് അതിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യിക്കുന്നുണ്ട് ഒരു പേഷ്യൻറ്റിന്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ തരത്തിലുള്ള ഇൻറ്റേർണൽ മെഡിക്കേഷൻസും ഗീ ഡ്രിങ്കിങ്ങും ചിലപ്പോൾ അഭ്യംഗവും ഒക്കെ ആ വിധികളിൽ വരും. പോസ്റ്റ് കർമ്മങ്ങളിലും ചില വിധികളൊക്കെ വരും. എന്നാലും ഈ പ്രധാനപ്പെട്ട 5 കർമ്മങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഈ പറഞ്ഞതാണ്. അത് മെയിനായിട്ട് നമ്മുടെ ശരീരത്തിലെ ദോഷങ്ങൾ, അതായത് ടോക്സിൻസിനെയൊക്കെ പുറത്തേക്ക് കളഞ്ഞ് നമ്മുടെ ശരീരത്തിനെ ശുദ്ധീകരിക്കാനായിട്ടാണ് പ്രധാനമായിട്ടും ഈ 5 കർമ്മങ്ങൾ ഉപയോഗിക്കുന്നത്. അത് ഓരോന്നും ഓരോ ദോഷത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. കഫത്തിന് വമനം, പിത്തത്തിന് വിരേചനം, വാതത്തിന് വസ്തി, അങ്ങനെയുള്ള ഓരോ ദോഷങ്ങളെയും അതിൻ്റെ ബാലൻസ് സ്റ്റേജിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് പഞ്ചകർമ്മങ്ങൾ ഉപയോഗിക്കുന്നത്. അത് അത്രയും കൂടിയ, നമുക്ക് സാധാരണ മരുന്ന് കൊടുത്ത് ശമിപ്പിക്കാൻ പറ്റാത്ത അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രധാനമായിട്ടുള്ള പഞ്ചകർമ്മങ്ങൾ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ നടുവേദന തന്നെ ഒരു സീരിയസ് കണ്ടീഷനിലോട്ട് പോയി, എന്തെങ്കിലും ഒരു ഹെർണിയേഷനോ അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയിൽ നമ്മൾ പഞ്ചകർമ്മം, ഇപ്പം ഒരു ആധുനിക മെഡിസിനുമായിട്ട് കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു സർജിക്കൽ പ്രൊസീജിയറിന്, ആധുനികതയിലെ ഒരു സർജിക്കൽ പ്രൊസീജിയറിന് തുല്യമാണ് ആയുർവേദത്തിലെ പഞ്ചകർമാസ് എന്ന് പറയുമ്പോൾ. അതിന് രോഗിയെ ശരിയായ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യിപ്പിച്ച് ഈ പ്രധാന കർമ്മം ചെയ്ത് അതിനുശേഷം പാലിക്കേണ്ട പഥ്യകർമ്മങ്ങളൊക്കെ ഉണ്ട്. അതാണ് പഞ്ചകർമ്മം. അല്ലാതെ നമ്മൾ ഒരു ദിവസം വന്ന് ഉഴിച്ചിലോ പിഴിച്ചിലോ ചെയ്യുന്നതല്ല പഞ്ചകർമ്മം. അത് കുറച്ച് നമുക്ക് മാറ്റിയെടുക്കാൻ, നമ്മൾ പറയത്തില്ല ആയുർവേദം വേരോടെ ഒരു അസുഖത്തെ മാറ്റിയെടുക്കുന്നു. അങ്ങനെ വേരോടെ ഒരു അസുഖത്തെ മാറ്റിയെടുക്കേണ്ട സ്റ്റേജിൽ നമ്മൾ ആയുർവേദ ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്ന നമ്മുടെ ചികിത്സാ വിധികളാണ് പഞ്ചകർമ്മങ്ങൾ വരുന്നത്. അപ്പോൾ കുറച്ച് ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഉള്ള, കുറച്ച് ക്രോണിക് ഡിസീസ് ഉള്ളവർക്കൊക്കെ പോകാൻ പറ്റുന്ന ഒരു തെറാപ്പിയാണോ പഞ്ചകർമ്മ? അതോ നമുക്ക് സാധാരണക്കാരായ ഒരാൾക്ക് പോയി ചെയ്യേണ്ട ഒരു കാര്യമുണ്ടോ?
അത് ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളൊരു ഡോക്ടർ ഒരു ശരീര പ്രകൃതി നോക്കി നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ വാദത്തിൻ്റെ ആഗ്രവേഷൻ ഉണ്ട്, വാദദോഷത്തെ നമുക്കൊന്ന് ബാലൻസ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ വസ്തി പോലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഡോക്ടർ ചൂസ് ചെയ്യും. അതല്ല എന്തെങ്കിലും സ്കിൻ ഡിസീസസ് നമുക്ക് സിവിയർ ആയിട്ട് നിൽക്കുന്നു ആ സ്റ്റേജിൽ, അപ്പോൾ ഏത് ദോഷമാണോ കോപിച്ചിരിക്കുന്നത് അതനുസരിച്ചിട്ട് വമനമോ വിരേചനമോ അത് ആ വൈദ്യനിർദ്ദേശപ്രകാരം അത് ചൂസ് ചെയ്യാവുന്നതാണ്. അല്ല നമുക്ക് സ്വയം ഒന്നും ചെയ്യാൻ പറ്റുന്നതല്ല ഈ പഞ്ചകർമ്മങ്ങൾ. തീർച്ചയായും നമുക്ക് ചിലപ്പോൾ കുറച്ച് അവിടെ ഇവിടെയൊക്കെ വേദനയുണ്ട് അല്ല അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രിസ്ക്രിപ്ഷനോടുകൂടി മാത്രം നമ്മൾ ചെയ്യുന്ന കാര്യമാണ് അല്ലേ? തീർച്ചയായും ഉടനടി നമ്മൾ പഞ്ചകർമ്മം ചെയ്യേണ്ട കാര്യമില്ല. ഡീടോക്സിഫിക്കേഷൻ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. നമ്മുടെ ഇന്നത്തെ കാലത്ത് കൂടുതലാണ് ടോക്സിൻസ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നത്, പല വിധത്തിലുണ്ട്. ഫുഡ് തൊട്ട് അന്തരീക്ഷ മലിനീകരണം വരെ പല തരത്തിലുണ്ട്. സ്കിൻ ഡിസീസസ് ഒക്കെ വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഒരു ഡീടോക്സിഫിക്കേഷൻ വേണ്ട കണ്ടീഷനിൽ ഡോക്ടർക്ക് വേണമെങ്കിൽ അത് സജസ്റ്റ് ചെയ്യും. അതുപോലെ ചില ആയുർവേദ തെറാപ്പികൾ പറയും ചിലവേറിയതാന്ന് പറയും. ഈ പഞ്ചകർമ്മ തെറാപ്പി എന്ന് പറയുന്നത് ചിലവേറിയ ഒരു കാര്യമാണ്. ആയുർവേദം പൊതുവെ ചിലവേറിയതാണെന്നാണ് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ തന്നെ പറയുന്നത്. അഠ്യോരോഗി എന്നാണ് പറയുന്നത്. അപ്പം അതെല്ലാവർക്കും സാധ്യമല്ലാത്ത എല്ലാം നമ്മൾ ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വൈദ്യനിർദ്ദേശപ്രകാരം അതിനകത്ത് ചിലവ് കുറഞ്ഞ കാര്യങ്ങൾ ചൂസ് ചെയ്തിട്ട് രോഗിയുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള നല്ല നല്ല ട്രീറ്റ്മെൻറ്റുകളൊക്കെ ലഭ്യമാക്കുന്ന ഒരു സ്ഥാപനം കൂടി ഇവർ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് അല്ലേ? ആ ഒരു സ്ഥാപനത്തിൻ്റെ അവാർഡ് വാങ്ങാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഡോക്ടേഴ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പം നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരെ ആളുകൾ വരുന്നുണ്ട് അല്ലേ ട്രീറ്റ്മെൻറ്റിനായിട്ട്? നോർത്ത് ഇന്ത്യ മാത്രം, നമുക്ക് ഇന്റർനാഷണൽ പേഷ്യൻസ് ഉണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് നമുക്ക് പേഷ്യൻസ് ഉണ്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ നമ്മളുടെ അടുത്ത് എത്തുന്നുണ്ട്. അവർക്ക് അവരുടേതായ രീതിയിൽ നമ്മൾ ഈ പറയുന്നത് പോലെ ഡീഫോർട്ടിൻ്റെതായ ചികിത്സാ രീതികൾ, ആയുർവേദം ഒരു മോഡേൺ അപ്രോച്ചോട് കൂടി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. തനതായ രീതിയിൽ നിന്ന് ഒരിക്കലും നമ്മൾ വിട്ടു പോകുന്നില്ല. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഈ പറയുന്ന പഞ്ചകർമ്മങ്ങളെല്ലാം ചെയ്യിക്കാനും മറ്റ് ചികിത്സാ വിധികളെല്ലാം നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ അയാളുടെ പ്രകൃതി ഏതാണെന്ന് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിലോട്ടോ ഫർദർ ഡയഗ്നോസിസിലോട്ടോ പോലും കിടക്കുന്നത്. ആദ്യം പ്രകൃതി എന്താണെന്ന് മനസ്സിലാക്കി പിന്നീട് അദ്ദേഹത്തിന് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണുള്ളത് രോഗിക്ക് എന്നുള്ളത് തീർച്ചയായും അത് വിലയിരുത്തി പിന്നീട് ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ്, ആയുർവേദത്തിലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻസ്, അതല്ല രക്തപരിശോധന മുതലായവ വേണ്ടെങ്കിൽ അങ്ങനെ നാഡീ പരിശോധന ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതെല്ലാം ചെയ്തതിന് ശേഷം മാത്രമാണ് ചികിത്സയിലേക്ക് കടക്കുന്നത്. ചികിത്സ തന്നെ ഒരു രോഗിയെ പൂർണ്ണമായും ഒരു പുറമേയുള്ള ചികിത്സാ വിധികൾ മാത്രമല്ല. ഇപ്പോൾ നമ്മളടുത്ത് 7 ദിവസമോ 14 ദിവസമോ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ തന്നെയാണ് അവിടുന്ന് പഥ്യാഹാരം കൊടുക്കുന്നത്. ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ബിസി ലൈഫിൽ നിന്നും അന്തരീക്ഷ മലിനീകരണത്തിൽ നിന്നൊക്കെ മാറി നമ്മുടെ അടുത്ത് വരുന്നൊരു പേഷ്യൻറ്റിനെ നമ്മൾ ഫുൾ ഒരു ആയുർവേദ ചര്യയിലോട്ട്, ദിനചര്യയെല്ലാം ഞങ്ങൾ ഫോളോ ചെയ്യിപ്പിക്കും. രാവിലെ എണീക്കുന്നത് തൊട്ട് ഒരു നമ്മൾ ദിനചര്യയിൽ എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നു ആ ചിട്ട അനുസരിച്ച് തന്നെയാണ് ഒരു രോഗിയുടെ ഒരു ഡേ നമ്മളവിടെ പ്ലാൻ ചെയ്യുന്നത്. കൂടാതെ ചികിത്സകളും പഥ്യാഹാരങ്ങളും അതും ഡോക്ടേഴ്സ് തന്നെയാണ് എന്ത് ആഹാരം കഴിക്കണമെന്ന് നിർദ്ദേശിക്കുന്നത്. അതിപ്പോൾ കിടത്തി ചികിത്സ മാത്രമാണോ അതോ വന്നു പോകുന്ന രീതിയിലുള്ള ചികിത്സയും കൊടുക്കുന്നുണ്ട്? വന്നു പോകുന്ന രീതിയിലുള്ള ചികിത്സയും ഉണ്ട്. കാരണം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് വർക്ക് ചെയ്യുന്നവരുണ്ട്, പല പ്രൊഫഷണൽസ് ഉണ്ട്. അവർക്ക് ഇപ്പം കർക്കിടക ചികിത്സയാണ് ഇപ്പം നമുക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം കർക്കിടക ചികിത്സ രോഗികൾ മാത്രമല്ലല്ലോ എടുക്കുന്നത്. കർക്കിടക ചികിത്സ എന്നല്ല, ഏതൊരു ആയുർവേദ ചികിത്സയാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചികിത്സാവിധി മാത്രമല്ല ആയുർവേദം എന്ന് പറയുന്നത്. നമുക്കതൊരു ഹെൽത്തി ലൈഫ്, നമുക്ക് എങ്ങനെ നമ്മുടെ ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് പോകാം എന്നത് ആയുർവേദം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ചികിത്സയ്ക്ക് ഉപരിയായിട്ട് ആൾക്കാർ അതിനകത്താണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മളുടെ അടുത്ത് വരുന്നുണ്ട്. അവർ ഒരു 1 or 2 hours നമ്മളുടെ അടുത്ത് സ്പെൻഡ് ചെയ്ത് ആ ചികിത്സകളൊക്കെ ചെയ്ത്, ഇപ്പോൾ കർക്കിടക ചികിത്സയാണെങ്കിൽ 1-1.5 മണിക്കൂർ അവരത് ചെയ്തതിന് ശേഷം അവർക്ക് അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി പോകാവുന്നതാണ്. ഇപ്പോൾ ഇവർ രണ്ടുപേരും എത്തിയിട്ടുള്ളത് ഒരു അവാർഡ് സ്വീകരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. ഇവർക്ക് കൊല്ലത്ത് വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ആയുർവേദിക് റിസോർട്ടുണ്ട്. ഓൾ സീസൺസ് ഡീഫോർട്ട് ആയുർവേദിക് റിസോർട്ട് എന്നാണ് പേര്. അപ്പോൾ ഈ സ്ഥാപനത്തിന് ഇൻഡോ അറബ് അവാർഡ് ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ഡോക്ടർ നിർമ്മിതി,
എങ്ങനെയാണ് ഈ ഒരു അവാർഡിലേക്ക് എത്തിച്ചേരുന്നത്? എത്രത്തോളം നല്ലൊരു സേവനങ്ങൾ കൊടുത്തത് കൊണ്ടാണ് ഈ ഒരു അവാർഡ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്? അത് റിസീവ് ചെയ്യാനാണല്ലോ നിങ്ങൾ എത്തിയിട്ടുള്ളത്. തീർച്ചയായും. ആദ്യമേ തന്നെ ഞങ്ങളുടെ സന്തോഷം അറിയിച്ചു കൊള്ളുന്നു ഈ ഒരു പുരസ്കാരം ഞങ്ങളുടെ സ്ഥാപനത്തിന് ലഭിച്ചത്. പ്രധാനമായും നമ്മൾ ഒരുപാട് ആയുർവേദ മേഖലയ്ക്ക് നൽകിയ സമഗ്രമായ ഒരു സംഭാവന, ഇതുവരെയുള്ള സംഭാവനയ്ക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ആയുർവേദ ചികിത്സാ രംഗത്തും അതുപോലെ തന്നെ വെൽനസ് രംഗത്തും നമ്മുടെ പ്രവർത്തനങ്ങൾക്കായിട്ടാണ് നമുക്ക് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ആയുർവേദത്തിൻ്റെ തനതായ രീതിയിൽ ഇപ്പോഴും നമ്മളവിടെ കൊല്ലത്ത് നമ്മുടെ ഓൾ സീസൺസ് ഡി ഫോർട്ട് ആയുർവേദിക് റിസോർട്ടിൽ തനതായ രീതിയിൽ എല്ലാ ചികിത്സാ വിധികളും അവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു മോഡേൺ അപ്രോച്ച് അതിനെ കൊടുത്ത് ഇന്നത്തെ കാലഘട്ടത്തിന്, ആധുനികമായ കാലഘട്ടത്തിന് ഇണങ്ങുന്ന രീതിയിൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കും എല്ലാത്തിനും കൂടെ ഉള്ളൊരു പരിഹാരമായിട്ടാണ് നമ്മൾ അവിടുത്തെ പലതരം തെറാപ്പീസും എല്ലാം മിക്സ് ചെയ്തിട്ട് ഉള്ളൊരു ട്രീറ്റ്മെൻറ്റ് അപ്രോച്ചും കാര്യങ്ങളുമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ കൊടുക്കുന്ന മെയിൻ ആയിട്ടുള്ളത്, അതായത് എല്ലാ ട്രീറ്റ്മെൻറ്റ്, ആയുർവേദത്തിൽ വരുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റ്സും അവിടെ അവൈലബിൾ ആണ്. അതെ, പഞ്ചകർമ്മ തൊട്ട് മൈൻഡ്ഫുൾനെസ് വരെയുള്ള എല്ലാ വിഭാഗവും നമ്മളവിടെ ടച്ച് ചെയ്യുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ കൊല്ലത്തുള്ള ഓൾ സീസൺസ് ഡി ഫോർട്ട് ആയുർവേദ റിസോർട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഈ ഡോക്ടേഴ്സിൻ്റെ ഉൾപ്പെടെ സേവനം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എല്ലാ തരത്തിലും ഒരു വ്യക്തിയെ കണ്ടറിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചികിത്സയാണോ, എന്തൊരു രീതിയിലാണോ മുന്നോട്ട് പോകേണ്ടത്, എല്ലാ ഗൈഡൻസും കിട്ടുന്നതാണ്. ഏതായാലും ഇത്രയും നേരം നമ്മോടൊപ്പം സംസാരിച്ച് കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്ന ഡോക്ടർ ഗീതയ്ക്കും ഡോക്ടർ നിർമ്മിതിക്കും വളരെയധികം നന്ദി. Thank you so much.